വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രഗ്നന്റ് ആകാനായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ആകാനായിട്ടുള്ള സാധ്യത കുറച്ചും കൂടി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ആ കാര്യം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിലെ ഒരു കാര്യം പറയാം. ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ സെക്സ്, ഇന്റർകോഴ്സ് അങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നെഗറ്റീവ് കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ചാനലിൽ നോക്കി നിൽക്കുന്ന ഒരുപാട് ഞരമ്പന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ എന്തെങ്കിലും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും വളരെ വൾഗർ ആയിട്ടുള്ള കമന്റ്സ് കിട്ടാനായിട്ട് റിപ്ലൈസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റ്സ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ലൈൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇത് നെഗറ്റീവ് ആണെന്നുള്ളത്. അപ്പൊ അത് വായിച്ചിട്ട് നിങ്ങൾ ആ ചാനൽ റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള കമന്റ്സ് വരില്ല. അത് മുഴുവനായിട്ട് നിങ്ങൾ വായിക്കരുത്. വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ദിവസം മൊത്തം പോകും കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കിവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാലോ. ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന, നാച്ചുറലി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. ഫിസിക്കൽ കോണ്ടാക്ട് സാധാരണയായിട്ട് പലരും ചെയ്യുന്നത് എപ്പോഴാണോ നമ്മളുടെ ഓവുലേഷൻ ദിവസം, അതായത് എപ്പോഴാണോ നമ്മളുടെ ശരീരത്തിൽ നിന്നും അണ്ടം പുറത്തേക്ക് വരുന്നത് അതിനേക്കാളും ഒരു 4 ദിവസം മുൻപും ആ കൃത്യം ഡേയും അത് കഴിഞ്ഞിട്ടുള്ള 2 ദിവസവും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത ഉണ്ടാവാനായിട്ടുള്ള കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷന്റെ സ്പേം സ്ത്രീ ശരീരത്തിനകത്ത് 5 ദിവസമെങ്കിലും കുറഞ്ഞത് സ്റ്റേ ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾ 5 ദിവസം മുൻപ് വരെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലരും തന്നെ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഇന്ന് ഓവുലേഷൻ ഡേറ്റ് ആണ് കേട്ടോ എന്നുള്ളൊരു കൺഫർമേഷൻ രണ്ടുപേരും പരസ്പരം കൊടുക്കും. എന്നിട്ട് ആ ഒരു പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നാച്ചുറലി നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് എങ്ങനെയാണോ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് ആ രീതിക്ക് വേണം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നു, പരസ്പരം ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകണം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ എത്ര നേരം ചെയ്യുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് ഏകദേശം ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് എങ്കിലും ഡ്യൂറേഷൻ അവർക്ക് വേണം. കാരണം നാച്ചുറലി ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ എന്നാ ചെയ്യാം, അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ശരിക്കും സ്ത്രീകളിൽ പോസിബിൾ അല്ല. അങ്ങനെ നമ്മൾ ബലം പ്രയോഗിച്ച് ആ ഒരു പ്രോസസ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരം ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർ ഫിസിക്കലി വില്ലിംഗ് അല്ല, അവർ മെന്റലിയും വില്ലിംഗ് അല്ല. ഇങ്ങനെ വരുന്ന സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വജൈന് ഡ്രൈനെസ് ഫീൽ ചെയ്യും. സെർവിക്കൽ മ്യൂക്കസ് അവിടെ പ്രൊഡ്യൂസ് ആകില്ല. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഓർഗാസം ഉണ്ടാവില്ല. നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവില്ല. നമ്മുടെ സെർവിക്സ് ഒന്ന് ഓപ്പൺ ആവില്ല. ഓപ്പൺ ആവും, പക്ഷെ നാച്ചുറലി നമ്മൾ ഓപ്പൺ ആവുന്നതിന് അത്രയും, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഓപ്പൺ ആവുന്നതിന്റെ അത്രയും ഇത് ഓപ്പൺ ആവില്ല. അപ്പോൾ സ്ത്രീകൾക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും ഒരു 50 to 20 മിനിറ്റ്സ് എങ്കിലും ആ ഒരു പ്രോസസ്സ് നീണ്ടു നിൽക്കണം. ആ പ്രോസസ്സിനകത്ത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫോർപ്ലേ ആണ്. ഫോർപ്ലേക്ക് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി. ഇപ്പൊ സ്ത്രീകളാണ് കേൾക്കുന്നതെങ്കിൽ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആ ഫോർപ്ലേയിൽ നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ ബോഡി നമ്മൾ ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും, ആ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ താല്പര്യം ഉണ്ടാക്കി എടുക്കുമ്പോഴേക്കും, അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾ അത് ചിന്തിക്കുക. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവുമെന്ന്. ഏറ്റവും ആദ്യത്തെയാണ് നമുക്ക് സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ആക്കും. അതായത് നമുക്ക് അവിടെ ഒരു ലൂബ്രിക്കേഷൻ ഫീൽ ചെയ്യും. ഈ ലൂബ്രിക്കേഷൻ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് പുരുഷന്റെ ജനനേന്ദ്രിയം കൃത്യമായിട്ട് നമ്മളുടെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ആ ഒരു കാര്യത്തിന് നമുക്ക് താല്പര്യമില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഒട്ടും തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു എൻ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ആ സെർവിക്കൽ മ്യൂക്കസ് ആണ്. അതുണ്ടാവണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തന്നെ ഓർഗാസം ഡെവലപ്പ് ആകണം. രണ്ടാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സെർവിക്സ് ഒന്ന് ഡൈല്യൂട്ട് ആകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഉണ്ടാവുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെർവിക്സ് ഒന്ന് വികസിക്കാനായിട്ട് തുടങ്ങും. ഇത് വികസിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന സെമന്റെ ക്വാണ്ടിറ്റി അവിടെ വർദ്ധിക്കും. ഒരു ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒരുപാട് സെമൻ അകത്തേക്ക് പ്രവേശിക്കാൻ പാകത്തിന് സെർവിക്സ് അവിടെ വികാസം സംഭവിക്കും. ആ ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടാകും. അത് മാത്രമല്ല നമ്മുടെ ശരീരം ഓവറോൾ ആ ഒരു പ്രഗ്നൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു പ്രോസസ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ശരീരവും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും ഒരു ടൈം ഡ്യൂറേഷൻ ആണ് ഒരു സ്ത്രീക്ക് വേണ്ടത്.
എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെനിട്രേറ്റഡ് സെക്സ് ഒരു 5 to 7 മിനിറ്റ്സ് എങ്കിലും ഒരു ഡ്യൂറേഷൻ വേണം. അതായത് നമ്മുടെ അകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 7 മിനിറ്റ്സ് എങ്കിലും കൃത്യമായിട്ട് അതവിടെ അകത്തൊരു പ്രോസസ്സ് അവിടെ നടന്നിരിക്കണം. എന്നാൽ അതിനേക്കാളും ലെസ് ഡ്യൂറേഷനിൽ സമയം പോകുന്നുണ്ടെങ്കിൽ ചിലവർക്കൊക്കെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഫോർപ്ലേയുടെ എഫക്റ്റ് കൊണ്ട് ചിലപ്പോൾ ഫോർപ്ലേ നടത്തിയിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ 2 to 3 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് പലർക്കും ഇജാക്കുലേഷൻ സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും പലർക്കും ഉണ്ടാകുന്നത് പ്രിമച്വർ ഇജാക്കുലേഷൻ ആയിരിക്കും. പ്രിമച്വർ ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കുറച്ച് കുറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഫോർപ്ലേ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അകത്ത് ഏകദേശം നമ്മളുടെ ആ ഒരു ജെനിറ്റൽസിൽ ഇത് ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ ഒരു 5 to 7 മിനിറ്റ്സ് എങ്കിലും അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനേക്കാളും ഒരുപാട് കൂടി പോകുന്നത് നല്ലതല്ല, ഒരുപാട് കുറയുന്നത് നല്ലതല്ല കേട്ടോ. ഇത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കോണ്ടാക്ട് ചെയ്ത് ഉടനെ തന്നെ വാഷ് ചെയ്യാനായിട്ട് പോകാതിരിക്കുക. നിങ്ങൾ ഏത് പൊസിഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിലും ആ പൊസിഷനിൽ നിന്നും മാറിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ്സ് എങ്കിലും, അതായത് ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ബെഡിൽ നീണ്ടു നിവർന്നോ അല്ലെങ്കിൽ ചരിഞ്ഞോ നിങ്ങൾ കിടക്കുക. ഹെൽത്തി ആയിട്ടുള്ള സെമൻ ആ ഇജാക്കുലേഷൻ സംഭവിച്ച അപ്പോൾ തന്നെ നമ്മുടെ എഗ്ഗിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യാത്ര അവിടെ തുടങ്ങിയിട്ടുണ്ടാകും. അതിന്റെ ആ ഒരു പ്രോസസ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത്രയും നേരമെങ്കിലും അവിടെ റെസ്റ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഗ്രാവിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ നേരെ നിൽക്കുന്ന സമയത്ത് ഡൗൺ ആയിട്ട് താഴേക്ക് ആ ഒരു വസ്തുക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആ ഒരു ഭൂമിയുടെ കഴിവ്. അപ്പൊ ഈ ഗ്രാവിറ്റി അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ സെമൻ പുറത്തേക്ക് വരുന്നതിന്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണയായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും 1% അല്ലെങ്കിൽ ഒരു കുറച്ചധികം സെമൻ പുറത്തേക്ക് വരുന്നത് നോർമലാണ്. പക്ഷെ ആ പോകുന്നതിന്റെ അളവ് നല്ലതുപോലെ കൂടി കഴിഞ്ഞാൽ പ്രഗ്നൻസി ആകാനായിട്ടുള്ള സാധ്യത അവിടെ കുറയുന്നു, വാല്യൂ അവിടെ കുറയുന്നു. അപ്പൊ അതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് എങ്കിലും ബെഡിൽ അതുപോലെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഏത് പാതിരാത്രിയാണ് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിലും 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യണം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ യൂറിനേറ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യണം ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ. 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിങ്ങൾ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അതിന് മുൻപ് നിങ്ങൾ ഒരിക്കലും എക്സസ് ആയിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ഷവർ ഉപയോഗിച്ചിട്ടോ നിങ്ങൾ ഒരിക്കലും അവിടെ ക്ലീൻ ചെയ്യരുത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഇരട്ടിയാക്കാം. ഒരുപാട് പേർക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് ഇപ്പൊ സംസാരിച്ചത്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് ഈ ഒരു ടോപ്പിക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന പ്രഗ്നൻസി നോക്കുന്ന ഒരുപാട് പേർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.